ഒരിക്കലും ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ഞാൻ സമാധാനമായിരിക്കാൻ എന്ത് ചെയ്യണം? ഗുരു പറഞ്ഞു, നീ കഴുതയെ പോലെ ആകുന്നതാണ് അത്യുത്തമം. അപ്പോ ശിഷ്യൻ തിരിച്ചു ചോദിച്ചു, ഗുരു അങ്ങനെ കളിയാക്കുകയാണോ? ഗുരു പറഞ്ഞു, അങ്ങനെയല്ല, നീ കഴുതയെ പോലെ ഒരു വിഡ്ഢിയായിരിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. പകരം കഴുത എന്താ ചെയ്യുക? രാവിലെ അഴുക്ക് നിറഞ്ഞ തുണികളുമായി അതും ചുമന്നുകൊണ്ട് അലക്കുകാരൻ തന്റെ യജമാനന്റെ ഒപ്പം പുഴയിലേക്ക് പോകും. അവിടെ ചെന്ന് ആ തുണികളെല്ലാം അലക്കി വൃത്തിയാക്കി ഉണക്കിയ തുണികളുമായിട്ട് കഴുത അതും ചുമന്ന് അങ്ങോട്ട് വരുന്നു, വീട്ടിലേക്ക് വരും. അപ്പോ അഴുക്ക് നിറഞ്ഞ തുണിയുമായി പോകുന്ന കഴുതയുടെ മനോഭാവവും അലക്കി വൃത്തിയാക്കി ആ തുണിയുമായിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരുന്ന കഴുതയുടെ മനോഭാവവും വ്യത്യാസമാവുന്നില്ല. അവനവന്റെ ജോലി ചെയ്യുകയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. തന്റെ പുറത്തിരിക്കുന്നത് അഴുക്ക് നിറഞ്ഞതാണോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അത് അലക്കി വൃത്തിയാക്കിയതാണോ എന്നൊന്നും കഴുത ചിന്തിക്കുന്നില്ല. അപ്പൊ നമ്മുടെ മനോഭാവം ഒരേപോലെ ആക്കി വെക്കുന്നതിലൂടെ കഴുത നമുക്കൊരു മാതൃക കാണിച്ചിരിക്കുന്നു. പല ആളുകളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം, പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. പക്ഷെ എപ്പോഴും നമ്മുടെ മനോഭാവം ഒരേ നിലയിലാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? സമാധാനമായി ഇരിക്കാമെന്ന് അതൊരു മറുപടി പറയും. ചിലപ്പോ നമുക്ക് എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. ജീവിതത്തിന്റെ ആ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും നമ്മൾ ഈ ജീവിത സത്യം, ആ ഗുരു പറഞ്ഞാവുന്ന ജീവിത സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാല്, ഞാൻ വളരെ ചെറുപ്പം മുതലേ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് മാറി മറ്റൊരു വീട്ടിലാണ് വളർന്നത്. അപ്പൊ എനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോഴേ എൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് മാറി വളർന്നതാണ്. അപ്പോ ഞാൻ വിചാരിക്കുമായിരുന്നു, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുമ്പോഴായിരുന്നു കുറച്ചുകൂടെ സമാധാനം സന്തോഷിക്കുക. പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായി, ഇവിടെയും എനിക്ക് സമാധാനം കിട്ടുന്നുണ്ട്. കാരണം എൻ്റെ സ്വന്തം സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവരിലൂടെ സമാധാനം കണ്ടെത്താനായിട്ട് ഞാൻ ശ്രമിച്ചു. അപ്പൊ അവരിലൂടെ സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാ സുഹൃത്തുക്കളും വേറെ കാലം എല്ലാ കാലവും നമ്മളൊപ്പം നിൽക്കില്ല. അപ്പൊ പിന്നെന്താണ്? അപ്പൊ നമ്മൾ വിചാരിച്ചു, കുറച്ച് അധികം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് സമാധാനം കിട്ടും. അപ്പൊ ഞാൻ കുറച്ചധികം ആളുകളുള്ള ഒരു കുടുംബത്തിലേക്ക് ഇടയുണ്ടായി. അപ്പോഴെനിക്ക് മനസ്സിലായി, അവിടെ നമുക്ക് സമാധാനം കിട്ടില്ല. നമ്മള് ഇങ്ങനെ ആയി പോകുന്നു, അല്ലെങ്കിൽ അതിനോട് ആ ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ ആത്യന്തികമായ സമാധാനം നമുക്ക് അവിടെയും കിട്ടുന്നില്ല. പിന്നെയോ, അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരാളിലേക്ക് കേന്ദ്രീകരിക്കാം. ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സമാധാനം കണ്ടെത്താൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയും ചിലപ്പോ നമുക്ക് ആ സമാധാനത്തിന്റെ പരിപൂർണത നമുക്ക് കണ്ടെത്താൻ പറ്റാതെയോ. അപ്പോൾ എവിടെയാണ് ഈ സമാധാനം ഇരിക്കുന്നത് എന്നുള്ള എന്റെ അന്വേഷണത്തിലൊടുവിൽ ഞാനും ചെന്നെത്തിയത് ആ ഗുരു പറഞ്ഞ സ്ഥലത്താണ്. സമാധാനം, ആ താക്കോല് നമ്മുടെ കൈകളിൽ തന്നെ സംരക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങൾ വന്നു പോയാലും, ജീവിതത്തിൽ ഏതെല്ലാം ആളുകൾ വന്നു പോയാലും, ആരൊക്കെ നമ്മുടെ ഇടയിൽ മുറിവുകൾ ഉണ്ടാക്കിയാലും, എത്രയൊക്കെ സന്തോഷവും സങ്കടവും നമുക്ക് വന്നാലും നമ്മുടെ മനോഭാവം എപ്പോഴും ഒരുപോലെയാണെങ്കിൽ ആ സമാധാനം അതുപോലെ നിലനിർത്തപ്പെടും. അമിതമായി ദുഃഖിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ജീവിതം എന്റെ സമാധാനം ഇവിടെ കഴിയുമെന്ന്. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ നമുക്ക് സന്തോഷത്തിന്റെ വരുന്നത്. അമിതമായി സന്തോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് അധികം നാളെ നീണ്ടുപോകില്ല. അവിടെ നമുക്കൊരു സമാധാനക്കേട് വരും. അപ്പോൾ ആ തിരിച്ചറിവുകളിലേക്കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം വരുന്നത്, സന്തോഷത്തിന്റെ താക്കോല് നമ്മുടെ കൈകളിൽ ഭദ്രമാക്കി വെക്കണം എന്നുള്ളത്. മലയാള സിനിമയിൽ ഒരുപാട് നല്ല സിനിമകൾ സമാധാനത്തെ കുറിച്ച്